ചെറിയ കുട്ടികളൊക്കെ പാടുന്നതാണ്. 10 ആളുണ്ട് കുട്ടികളടക്കം. എന്തേലും പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ഞാൻ ഇത്ര സമയം അവിടെ ഉണ്ടായത് ആ ബോഡി ഇത് അതിനോട് ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞാണ് അവരുടെ കുടുംബത്തിൽ നിന്ന്. എന്താ പേരെന്താ? അവരൊക്കെ പേരെന്താ? ബഷീറിന്റെ മുമ്പ കുറ്റാടുണ്ട്. പേരറിയില്ല. ആ ബഷീറിന്റെ മോനൊരു പെണ്ണിനോട് കല്യാണം കഴിക്കാൻ പാട്ട് കഴിഞ്ഞ കൊല്ലായി നിശ്ചയിച്ചിട്ടാവോ 10 മാസം വരും. അപ്പൊ കല്യാണം നടക്കണ്ടാണ്. അപ്പൊ അവരെന്താ വീട്ടിൽ പോയതാ. ആ പെണ്ണും അവരുടെ കുടുംബത്തിലാണ്. അപ്പൊ അവരുടെ പേരിനോട് എന്താ രാത്രി അവർ വിളിച്ചു പറയുന്നത്. എന്റെ ആൾക്കാരുണ്ട് അവിടെ. ഓലൊക്കെ നല്ല കടയൊക്കെ പോയി. കടയുണ്ടായിരുന്നു. വലിയ കടയിൽ 10-60 അവിടെ വലിയ കട ഏട്ടന്റെ മോനെ കടയൊക്കെ പോയി. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. നേരത്തെ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓലൊക്കെ ഇങ്ങോട്ട് മാറി. അപ്പോഴൊക്കെ അമ്മോസന്റെ വീട് ഇവിടെയൊക്കെ ഉരുൾപൊട്ട സാധ്യത ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മളെ വീട്ടിന്റെ അവിടെ കുറച്ച് വെള്ളം കയറുമോ? വെള്ളം കയറുമോ? വെള്ളം കയറില്ല. അടുക്കളയ്ക്ക് തീ കൂടി പോണ വെള്ളം പോയി കാക്കത്തൊക്കെ അടുത്ത് തൊട്ടിട്ടില്ല. അപ്പൊ ഈ തരത്തിലൊന്ന് പഞ്ചായത്ത് പോയി പറയാൻ പറ്റിട്ട് നമുക്കൊന്ന് കഴിഞ്ഞോട്ടെ. നമ്മളോട് ആരുമില്ല. ഞാനും എന്റെ ഭാര്യ മാത്രമേ. അപ്പൊ അവരെ തീയുണ്ടാവേ ഇളച്ചനും പൊതുങ്ങളും മുമ്പൊക്കെ അവരില്ല. നമുക്ക് അവര് ഉപകാരില്ല. അപ്പൊ അവര് ഇന്നലെ രാത്രിയൊക്കെ അകത്ത് മാറി. അവരൊന്നും എല്ലാ ആഴ്ചയൊന്നും കിട്ടിയില്ല. ഇവര് 14 നാളും പോയി. ഇവരായിട്ട് കിട്ടിയില്ല. ഒന്ന് കിട്ടിയത് അറിവ് ഓല്ല. ഇവിടെ മിനിറ്റ് പോയി കണ്ട ആൾക്കറിയാം. മിൻസിലാണോ ഉള്ളത്? അല്ല ഇപ്പറാണോ ഉള്ളത്? മിൻസിലല്ലല്ലോ എല്ലാ ബോഡികളും ഇവിടെ അല്ലേ ഉള്ളത്? ഇങ്ങോട്ട് കൊണ്ടുവന്നോ? മിനിറ്റ് രാവിലെ കുറെ കൊണ്ടുപോയി. ഇവിടെയാണ് എല്ലാ ബോഡികളും ഇപ്പൊ ഇവിടെ ഉണ്ട്. എവിടെയുള്ളത്? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. സ്കൂളിലും. ഇപ്പൊ അപ്പുറം ഇത് തിരിച്ചറിയാൻ വേണ്ടിട്ട് കിടത്തിയിട്ടുണ്ട്. ചിലതൊന്നും തിരിച്ചറിയുന്നില്ല. അതെ 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 അതെ. അങ്ങോട്ട് നല്ല തിരക്കാന്ന്. പിന്നെ നല്ല മഴയെല്ലാം ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് കയറി പോകാൻ. ഞാനിവിടെ കണ്ണൂരാണ്. എന്റെ പേര് പ്രസീത അഴീക്കോട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം എവിടെയാ? പുഴ കടന്നാ പൊന്നിന്റെ മുകളിൽ